ഒരു ഗോപിക ഒരു ദിവസം വന്നിട്ട് പറയുക, എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും രാത്രി അത്താഴപ്പുറമേ കുടിക്കാനായിട്ട് കുറച്ച് പാല് കാച്ചി വെക്കേണ്ട സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ മഹാവൃദ്ധരവർക്കു വേണ്ടി കാച്ചിയങ്ങു വെച്ചേനിരുനാഴി ദുഗ്ധം. ഒരു കിണ്ണത്തിൽ കുറച്ച് പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ എന്താ ചെയ്തെന്നറിയോ? അന്തിക്കിരുട്ടത്തത് വന്നു മോന്തി കിണ്ണത്തിൽ അമ്പസ്സു നിറച്ചു പോയാൻ. ആ പാല് മുഴുത്ത് കുടിച്ചു, കിണ്ണത്തിൽ പച്ചവെള്ളം. അച്ഛനും അമ്മ എടുത്ത് കുടിച്ചാൽ പച്ചവെള്ളമാണ്. അവർക്ക് കണ്ണിന് കാഴ്ചയില്ല. അവർ ഒറ്റ കിണ്ണം എൻ്റെ നേരെ. ഇവൻ അവിടെ നിന്ന് ഗോഷ്ഠി കാണിക്കുക, അങ്ങനെ വേണം, എനിക്ക് പാല് തന്നില്ലല്ലോ. വേറൊരു ഗോപിക പറയുക, ഒരു ദിവസം എൻ്റെ ഗൃഹത്തിൽ വന്നു കണ്ണൻ. അവനെനിക്ക് പിടിക്കാൻ ചാൻസ് കിട്ടിയതാ, പറ്റിയില്ല. 34 എണ്ണം ഉണ്ടല്ലോ. ഭഗവാൻ പറഞ്ഞു, കൂട്ടുകാരെ നിങ്ങൾ മഴ പെയ്യണ കണ്ടുണ്ടോ? ഓവ്. പാല് മഴ പെയ്യണ കണ്ടുണ്ടോ? അതില്ല. എന്നാൽ ഞാൻ കാണിച്ചു തരാം, വരൂ. ഈ ഗോപന്മാരും ഭഗവാനും വന്നു. നോക്കിയപ്പോൾ എത്തണില്ല. കൂട്ടുകാരെ മുഴുവൻ ആന നിർത്തണ പോലെ നിർത്തി. നിങ്ങളെല്ലാം മുട്ടുകുത്തി നിൽക്കൂ. 8 പേരുടെ മുകളിൽ 6 പേര്, 6 പേരുടെ മുകളിൽ 4 പേര്, 4 പേരുടെ മുകളിൽ 2 പേര്, ഇങ്ങനെ നിർത്തിയൊരു മനുഷ്യ പിരമിഡ്. ഭഗവാൻ ഏറ്റവും മുകളിൽ കയറിയിട്ട് ആ പാലിൻ്റെ കാലത്തിലങ്ങ് തൊടാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് സ്റ്റോർ റൂമിൽ കള്ളം കയറിയിട്ടുണ്ടെന്ന്. ബർഗ്ലർ അലാമുണ്ട് ഭഗവാന്റെ കൈമേ. കനകക്കിങ്ങിണി വളക്കൽ മുതൽ കീലുകിലും എന്ന് ഒച്ച വെക്കാനുണ്ട്. ആരാ അവിടെ എന്ന് ചോദിച്ച് ഈ ഗോപിക സ്റ്റോർ റൂമിലേക്ക് വരലും താഴെ നിൽക്കണം 33 എണ്ണം പറന്നു. ആ ഉറീമ പിടിച്ചിങ്ങനെ ആടുക. ആ കുഞ്ഞു കൈ കൊണ്ട് തൊടേണ്ട താമസം പാലും വെണ്ണയും കൂടി തലയെ കൂടെ ഗോവിന്ദാഭിഷേകം അപ്പം കഴിഞ്ഞു. ആ താഴെ ഇരുന്ന ഭഗവാനെ കയറി പിടിച്ചതാ. പാലും വെണ്ണയിലെ മേത്ത് വഴുക്കിയിട്ട് അവൻ ഓടിപ്പോയി. അന്നെങ്ങാനും അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്താ, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനുള്ളൊരു ചാൻസ് മിസ്സായി എന്ന്. അതാ ഗോപിക പറഞ്ഞ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് വേറൊരു ഗോപിക ഇതേപോലെ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഞാൻ വളരെ കാര്യമായിട്ട് എടുത്തു വെച്ചതാ. ആ ഗോപന്മാരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വന്നാൽ കാര്യം ഞാൻ തല്ലോടിക്കുന്നു. കണ്ണൻ വന്നിട്ട് പാല് തരാം വെണ്ണ തരാമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന എൻ്റെ വീട്ടിലെ പടിക്കകത്ത് കയറാൻ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു ആ ഗോപിക. ഭഗവാൻ തീരുമാനിച്ചു അന്ന് അവളുടെ വീട്ടിൽ തന്നെ പോകണമെന്ന്. നമുക്ക് ആ ഗോപികയുടെ വീട്ടിൽ നവനീതമുണ്ട്, പുതുതായിട്ടുള്ള വെണ്ണയുണ്ട്, നമുക്കെടുത്താലോ? അയ്യോ, ആ ശൂർപ്പണകയോ ആ താടക തല്ലി കൊല്ലുന്നാ പറഞ്ഞേക്കണേ, ഞങ്ങളില്ല. ഭഗവാൻ തീരുമാനിച്ചു നിങ്ങൾ വേണ്ട, ഞാൻ പൊക്കോളാം. ഈ ഗോപിക പറയാ, എൻ്റെ കഷ്ടകാലത്തിന് ആ ഉറിയുടെ അടുത്ത് അവൻ എത്തില്ലാണ്ട് ഉറിയിലാണ് വെച്ചിരുന്നത്. എൻ്റെ കഷ്ടകാലത്തിന് ആ കടകോലി ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ മറന്നു. ഇവനെന്താ ചെയ്തതെന്നറിയോ? എത്താഞ്ഞുശിക്യങ്ങളിലുള്ള കുംഭം കുത്തിത്തുളയ്ക്കും കടകോലിനാലെ. ഒറ്റ കുത്ത്. അവിടെ ഒരു ദ്വാരം, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ പാലിങ്ങനെ ഒഴുകുക. ഉത്താരധാരാളമതായ ദുഗ്ധം മുഗ്ധാനനം കൊണ്ട് കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നേരെ വായിലേക്ക്. എൻ്റെ കലവും പോയി, തൈരും പോയി, പാലും പോയി. അപ്പോഴാണ് വേറൊരു ഗോപിക പറഞ്ഞത്, ഭാഗ്യവതിയായിട്ടുള്ളൊരു ഗോപിക. അവൾ പറഞ്ഞു, ഒരു ദിവസം വെണ്ണക്കള്ളനെ ഞാൻ കൈയോടെ പിടിച്ചതാ, പക്ഷേ അവൻ കൊതറി ഓടി. വില്ലുമംഗല സ്വാമിയാർ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പബ്ലിക്കേഷനാണ്. കിട്ടുമെങ്കിലൊന്ന് വായിച്ചു നോക്കാൻ, നല്ല രസമാണ്. നമുക്ക് കുട്ടുകുട്ട ഇങ്ങനെ ചിരിക്കാൻ പറ്റും. ഭഗവാന്റെ ആ ചന്തിയും കുലുക്കിയുള്ള ആ നടത്തം, ആ ശ്ലോകം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി. കെങ്കിണ്ണിക്കിണ്ണിക്കിണ്ണ രഭസൈരങ്കണഭുവിരങ്കണൈ സദാടന്തം കുങ്കുണു കുണുകുണു എന്നൊക്കെ എഴുതി വെച്ചേക്കണം. ഭഗവാൻ ചന്തിയും കുലുക്കി നടക്കുന്ന ആ രൂപം നമുക്ക് ശരിക്കും കാണാം. അങ്ങനെ ആ ഭഗവാൻ ഈ ഗോപസ്ത്രീയുടെ വീട്ടിലെത്തി. അപ്പോൾ സ്റ്റോർ റൂമിൽ കള്ളം കയറിയെന്ന് ഗോപികയ്ക്ക് മനസ്സിലായി. ഭാഗ്യവതിയായിട്ടുള്ള ഗോപിക കണ്ണനെ കയ്യോടെ പിടിച്ചു. കയ്യോടെ പിടിച്ചപ്പോൾ കാത്തുംബാല ഹു ആർ യു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കണ്ണിൽ നിന്ന് കുടുകൂടാന്ന് വെള്ളം വന്നു. എൻ്റെ യശോദേ, ഈ കണ്ണുനീര് എവിടെയാണ് സ്റ്റോക്ക് ചെയ്തേക്കണേ ആവശ്യത്തിന് ഇങ്ങനെ പുറപ്പെടുവിക്കാൻ? അപ്പോഴേക്കും ഇങ്ങനെ നിലവിളിച്ചു തുടങ്ങി, ബലാനുജ. അപ്പോഴേക്കും പറഞ്ഞു, ബലൻ്റെ അനുജനാണ്. കള്ളന്മാർ ശരിക്കുള്ള പേര് പറയില്ലല്ലോ. ബലൻ്റെ അനുജ. ആ, നീയാണ് ഇവിടെ ഈ പാലും വേണ്ടയും കട്ട് കഴിക്കണവനല്ലേ? കിമിഹിതേ, എന്താ എൻ്റെ വീട്ടിൽ കാര്യം? ഇവനെന്താ പറഞ്ഞത്? മന്മന്ദിരാശങ്കയ, എൻ്റെ വീടാന്ന് വിചാരിച്ചു എന്ന്. എൻ്റെ വീടാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? യുക്തം വൈ നവനീത ഭണ്ഡ വിവരേ ഹസ്തം കിമർത്ഥം ന്യസേൽ. ചിലപ്പോൾ കുട്ടികൾക്ക് വീട് മാറും. ഈ അഗ്രഹാരങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാ വീടുകളും ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും. വീട് മാറി വരും. എൻ്റെ ഈ വെണ്ണക്കലത്തിൽ എന്തിനാ കൊണ്ട കൈയിട്ടെ അത് പറയും. അതോ അമ്മ പറഞ്ഞു, ആ കർമ്മി പശുവിൻ്റെ പുള്ളിയൊക്കെ പായിക്കുട്ടിയെ കാണാനില്ല എന്ന്. അതെങ്ങാനും ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കുക. കലത്തിൻ്റെ ഉള്ളിൽ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ? മാതക്കശ്ചന വത്സകം മൃഗയിതും.
അമ്മ പറഞ്ഞ പൈക്കുട്ടിയിലുണ്ടോ എന്ന് നോക്കാന്ന്. ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതാണ് ഓരോ ഗോപികമാർ. ഒരു ഗോപിക ഒരു ദിവസം ഇതുപോലെ യശോദയുടെ അടുത്ത് നിന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. അതെ, ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നു, ഇവൻ പാലും വെണ്ണയും കട്ട് തിന്നെന്ന് അറിയാനായിട്ട് ആ പാലും വെണ്ണയും ഞാൻ പത്താഴത്തിനുള്ളിൽ വെച്ച് പൂട്ടി, ആ പത്താഴം ഒരു മുറിയുടെ ഉള്ളിൽ വെച്ച് പൂട്ടി, താക്കോലും ഞാൻ എളിരി വെച്ചു. ഇനി ഇവൻ എങ്ങനെയാണ് എടുക്കാമെന്നറിയണ്ടേ? ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ഭഗവാന് ആ മുറിയിൽ നിന്ന് കുറച്ച് പാലും വെണ്ണ എടുക്കാൻ വിഷമമുണ്ടോ? ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം ഭഗവാൻ തീരുമാനിച്ചു, ഇത് എന്നാൽ ശരിയാക്കി തരാം. അങ്ങനെ ഭഗവാൻ ആ ഗോപികയെ അനുഗ്രഹിച്ചത്, ആ ഗോപിക പറയുക, ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു, അവൻ്റെ വായിൽ എന്തോ കുത്തി നിറച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വായിൽ കുത്തി നിറച്ചിങ്ങനെ ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അപ്പുറത്തെ ഗോപികയെ എനിക്ക് കുറച്ച് വെണ്ണ തന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ അർത്ഥം കട്ടു എന്നാണെന്ന്. അതെ, അപ്പുറത്തെ ഗോപിക എനിക്ക് കുറച്ച് വെണ്ണ തന്നു, അത് തൊണ്ടയിൽ തങ്ങിയിരിക്കുക, അത് ഇറങ്ങിപ്പോകാൻ കുറച്ച് പാല് തരുമോ? എൻ്റെ യശോദയെ, ലോകത്തിൽ ആരുടെയെങ്കിലും തൊണ്ടയിൽ വെണ്ണ തങ്ങിയിരിക്കുമോ? ഈ കള്ളൻ്റെ തൊണ്ടയിൽ വെണ്ണ തങ്ങിയിരിക്കും. അണ്ണാക്കി തങ്ങി വെണ്ണക്കഷണമതലി വഞ്ചറ്റു പാലെന്ന്. ഇവിടെ പാലൊന്നുമില്ല, പോക്കോ. എന്താ പറഞ്ഞേ? ഭഗവാൻ എടുത്തു ചോദിച്ചു, ഇവിടെ പാലില്ല എന്ന്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. പാലില്ല എന്നല്ലേ, ഞാൻ നേരെയാക്കി തരാം. ഇവൻ എന്താ ചെയ്തെന്നറിയോ? കറന്നകത്താക്കിനകൊക്കളെത്താൻ തുറന്നു വിട്ടാനവനന്തി നേരം. സന്ധ്യാസമയത്ത് പൈക്കുട്ടികളെ കൂടെ അഴിച്ചു വിട്ടു. പൈക്കുട്ടികളെ എങ്ങടാ പോവുക? പശുവിൻ്റെ അകട്ടിലേക്ക്. നാളേക്ക് കറക്കാൻ ഒരു തുള്ളി പാലില്ല. ആ പൈക്കളെ അഴിച്ചു വിട്ടു. എങ്ങോട്ട്? അയൽവക്കക്കാരൻ്റെ കൊയ്യാറായിട്ടുള്ള പാടത്തേക്ക്. കതിർത്തു നിൽക്കുന്നൊരു നെല്ലു തീറ്റിപ്പതുക്കവേ ബാലകനങ്ങു പോയാൻ. ഒന്നും അറിയാത്ത മട്ടിൽ ആ അയൽവക്കക്കാരൻ വടിയായിട്ട് വന്നു എന്നെ അടിക്കാനായിട്ട്. പശുവിനെ അടിക്കാനല്ല, എന്നെ അടിക്കാൻ. ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ല് നിൻ്റെ പശുവിനെ തീറ്റാനാണോടി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഗോഷ്ഠി കാണിക്കുക. അങ്ങനെ വേണം, എനിക്ക് തരില്ല എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഓരോ ഗോപികമാർ ഓരോ ദിവസം ഓരോ പരാതി വന്ന് പറയുമ്പോൾ യശോദ പറയും, നിങ്ങളുടെ ഒരു മൺകുടം പൊട്ടിച്ചെങ്കിൽ ഞാനൊരു പൊൻകുടം തരാം. നിങ്ങൾക്ക് ഒരു നാഴി പാല് പോയെങ്കിൽ 100 നാഴി പാല് ഞാൻ തരാം. എന്നാലും തെളിവില്ലാണ്ട് എൻ്റെ കണ്ണനെ ഞാൻ ശകാരിക്കില്ല. ഇങ്ങനെ ഓരോ ഗോപികമാർ ഓരോ ദിവസം വന്ന് പറയണു. ഇങ്ങനെ കംപ്ലൈൻറ്റ് കേൾപ്പിക്കാനല്ലേ നീ ഇവിടെ വാ എന്ന് പറഞ്ഞ് ഭഗവാനെ പിടിച്ച് ആ തൈര് കലക്കുന്ന കയറെടുത്ത് കൊണ്ടുപോയി അവിടെ കിടന്ന് ഉരലിനോട് ചേർത്ത് ബന്ധിക്കാൻ നോക്കി. ജ്വങ്കുലോ നമഖിലം കിളൈക്ഷത. 2 പേരിൽ കുറവ്. കുറച്ചും കൂടി ഇടായിരുന്നേ കെട്ടായിരുന്നു. വേറെ കയറ് കൊണ്ടുവന്നു, അപ്പോഴും കുറവ്. പിന്നെയും കൊണ്ടുവന്നു, പശുവിനെ കെട്ടുന്ന കയറ് കൊടുന്നു. പശുവിനെ കെട്ടിയില്ലെങ്കിലും ഈ കള്ളനെ ഞാൻ കെട്ടും. എത്ര കയറ് കൊണ്ടുവന്നിട്ടും എൻ്റെ പരീക്ഷത്തെ ജ്വങ്കുലോ നമഖിലം കിളൈക്ഷത. അവസാനം യശോദ ഭഗവാന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ചെവിയിൽ പറഞ്ഞു, എൻ്റെ കണ്ണ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന്. ഭഗവാൻ മനസ്സിൽ പറഞ്ഞു, അതാ വേണ്ടത്. ഞാനെന്ന ഭാവത്തിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട. ആ അധികാരി ഭാവം വേണ്ട. ഞാൻ അപരാധിയാണെന്നുള്ള ആ ഭാവവും വേണ്ട. അതാണ് ആ 2 പേരിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം. ഞാൻ കെട്ടും, എൻ്റെ മകൻ, അത് വേണ്ട. എല്ലാം എന്നിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. നൂലിൽ മണികൾ പോലെന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണ് ഓർത്തിടേണം എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് കാണിക്കാൻ. അപ്പോൾ അഹം മമത ഭാവം, അപരാധിഭാവം, അധീനഭാവം, ഇതാണ് ആ 2 പേരിൽ. ആയാസമമ്മയ്ക്കരുതെന്ന ബുദ്ധ്യ മായാമയൻ താൻ അനുവാദമേകി. അങ്ങനെ ഭഗവാൻ കൃപയാസിൽ സ്വബന്ധനെ. യശോദ നിരുപാധികം കീഴടങ്ങിയപ്പോൾ ആദ്യത്തെ കയറുകൊണ്ട് തന്നെ ബന്ധിക്കാനായിട്ട് സാധിച്ചു. അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ഭഗവാനെ ബന്ധിച്ചു. യശോദമ്മ ഗൃഹകൃത്യങ്ങളിലും ഒഴുകി. ഭഗവാനോടെ കിടക്കാൻ പറ്റുമോ? കകുഭൗ ഉദൈക്ഷത. 2 നീർമരുതുകളെ കണ്ടു. ഭഗവാൻ ഈ ഉരൽ വലിച്ചു കൊണ്ടുപോയി ആ നീർമരുതുകളുടെ ഇടയിൽ കൂടെ കടന്നു. ഉരൽ വിലങ്ങനെ നിൽക്കുക. അതിശക്തമായിട്ട് അങ്ങോട്ട് വലിച്ചപ്പോൾ ഭീകര ശബ്ദത്തോടെ ആ നീർമരുതുകൾ മറിഞ്ഞു വീണു. അതിസുന്ദരന്മാരായ 2 യുവാക്കൾ. എല്ലാം അറിയാവുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചു, ആരാ നിങ്ങൾ?
എങ്ങനെ മരങ്ങളായേ? ഭഗവാനെ, അവിടത്തേക്ക് അറിയാത്തതൊന്നുമില്ല. അവിടുത്തെ ഭക്തനായ ശ്രീനാരദ മഹർഷിയുടെ ശാപം കൊണ്ട് അഥവാ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നേർമരുതുകളായതാ. അത് നിങ്ങളെന്താ ഏട്ടതം കാണിച്ചേ? ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പണക്കാരനായ കുബേരൻ്റെ മക്കളാണ്. നളകുബേരൻ മണിഗ്രീവൻ എന്നാണ് ഞങ്ങളുടെ പേര്. ഈ പണത്തിൻ്റെ മീതെ പരിന്തും പറക്കില്ല എന്ന് അന്നും മനുഷ്യന് തോന്നലുണ്ട്, ഇന്നും ഉണ്ട്. ഈ പണമുള്ളവന് എന്ത് വൃത്തികേടും കാണിക്കാം എന്നൊരു തോന്നൽ. ഈ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ദേഹാഭിമാനം മൂത്ത് മദ്യപിച്ച് മതോന്മത്തരായിട്ട് സ്ത്രീകളോടുകൂടി നഗ്നരായിട്ട് ഗംഗാനദിയിൽ ജലക്രീഡ നടത്തി. ഭഗവാന്റെ പാദതീർത്ഥമാണ്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം പുണ്യതീർത്ഥം. അഘമരിഷിണി എന്ന പേര് തന്നെ. പാപം കഴുകിക്കളയുന്നവൾ